ഹായ് മച്ചന്മാരെ, ഞാൻ നിങ്ങളുടെ വിഷ്ണു ഓമനക്കുട്ടൻ .ഫോണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് GT അതുപോലെ ഇൻ്റർസെപ്റ്ററിനകത്ത് വരുന്ന റിയർ ബ്രേക്കിൻ്റെ മാസ്റ്റർ സിലിണ്ടർ അസംബ്ലി മാറുന്ന ഒരു വീഡിയോ ആണ്. ബ്രേക്ക് ഒട്ടും തന്നെ ഇല്ല, ചവിട്ടിയാലും അത് സ്പോഞ്ചിയായിട്ട് താഴ്ന്ന പോകുന്ന രീതിയിലാണ് ഇതിൻ്റെ ബ്രേക്ക് ഇപ്പോൾ ഉള്ളത്. ഇതിൻ്റെ സിലിണ്ടർ നമ്മൾ മാറുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ആദ്യമേ ആ സിലിണ്ടറിൻ്റെ പുറത്തുള്ള കവറിങ് അഴിച്ച് മാറ്റുകയാണ്. അത് 5-ൻ്റെ അലങ്കി ബോൾട്ടാണ് വരുന്നത്. അലങ്കി ഉപയോഗിച്ച് അത് രണ്ടും ഊരി മാറ്റുക. 5-ൻ്റെ അലങ്കിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനുശേഷം ആ അലങ്കി ബോൾട്ട് തിരിച്ചൊന്ന് പിടിപ്പിച്ച് വെക്കുക. അതെന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് ആ ബ്രേക്കിൻ്റെ ലൈൻ ഊരി വിടുന്നതിന് വേണ്ടിയാണ് അത് പിടിപ്പിച്ച് വെക്കുന്നത്. അതൊരു 14-ൻ്റെ ഡബിൾ സ്പാനർ ഉപയോഗിച്ച് ബ്രേക്കിൻ്റെ ലൈൻ ഊരി വിടുക. അതിനുശേഷം ആ ബോൾട്ട് തിരിച്ച് ഊരിയിട്ട് അസംബ്ലി ഊരിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടി ബ്രേക്കിൻ്റെ ലിവറിൽ നിന്നുള്ള പിടുത്തം കൂടി പിടിപ്പിക്കണം. അതൊരു സ്പ്ലിറ്റ് പിന്ന് ഉപയോഗിച്ചാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിനൊരു നോസ് പ്ലെയർ ഉപയോഗിച്ചിട്ട് ആ സ്പ്ലിറ്റ് പിന്ന് ഊരിയെടുക്കുക. അതിനുശേഷം ആ ക്വാർട്ടർ പിന്ന് ഊരിയെടുത്താൽ മതി. ഇങ്ങനെ ആ ക്വാർട്ടർ പിന്നും കൂടി നമ്മൾ ഊരിയെടുത്തു. അതിനുശേഷം 4-ൻ്റെ അലങ്കി ഉപയോഗിച്ച് ആ ഫ്ലൂയിഡിൻ്റെ ടാങ്ക് അഴിച്ചെടുക്കുകയാണ്. 4-ൻ്റെ ഒരു അലങ്കി സ്ക്രൂ ആണ് ആ ഫ്ലൂയിഡ് ടാങ്ക് ഉറപ്പിച്ചിരിക്കുന്നത്. ആ അലങ്കി നമ്മൾ ഊരിയെടുക്കുക. ഇതാണ് അലങ്കി. അതിനുശേഷം നമ്മൾ ഫ്ലൂയിഡിൻ്റെ മെയിൻ ലൈനിൽ നിന്ന് ആ സിലിണ്ടർ പതുക്കെ കറക്കി ഊരിയെടുക്കുക. ആ ലൈനകത്ത് 2 കോപ്പർ വാഷർ വരുന്നുണ്ട്. ആ കോപ്പർ വാഷർ ഈ ഊരുന്ന കൂട്ടത്തിൽ കളഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. അങ്ങനെ പതുക്കെ നമ്മൾ ഊരിയെടുത്തിരിക്കുകയാണ്. ഇതാണ് പഴയ സിലിണ്ടറും. ഇത് നമ്മുടെ പുതിയ മാസ്റ്റർ സിലിണ്ടറാണ്. അതിൻ്റെ കൂടെ തന്നെ ഫ്ലൂയിഡിൻ്റെ ടാങ്കും എല്ലാം വരുന്നുണ്ട്. നമ്മൾ അത് തിരിച്ച് അതുപോലെ തന്നെ കറക്കി സെറ്റ് ചെയ്യുക. അതിൻ്റെ ആ കോപ്പർ വാഷർ അതിനകത്ത് തന്നെ വരുന്നുണ്ടോ എന്ന് തന്നെ ഉറപ്പ് വരുത്തിയതിന് ശേഷമേ നമ്മൾ ഇത് തിരിച്ച് സെറ്റ് ചെയ്യാൻ പാടുള്ളൂ. പതുക്കെ ഇതുപോലെ കറക്കി സെറ്റ് ചെയ്താൽ മതി. പതുക്കെ മാക്സിമം അത് മുറുക്കുക. അതിനുശേഷം ആദ്യമേ നമ്മൾ 4-ൻ്റെ അലങ്കി ഉപയോഗിച്ച് ഫ്ലൂയിഡിൻ്റെ ടാങ്കാണ് സെറ്റ് ചെയ്യുന്നത്. അത് നന്നായിട്ട് വലിച്ച് മുറുക്കുക. ഒരുപാട് വലിച്ച് മുറുക്കരുത്, പ്ലാസ്റ്റിക് ആകേണ്ടത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അത് ഒരു മീഡിയം പരുവത്തിൽ അത് മുറുക്കിയിരിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു സിലിണ്ടർ ഫ്രീ ആയിട്ടൊന്ന് സെറ്റ് ചെയ്യണം. അതായത് ഒരു 5-ൻ്റെ അലങ്കി ബോൾട്ട് എടുത്ത് ഫ്രീ ആയിട്ടൊന്ന് സെറ്റ് ചെയ്തതിന് ശേഷം ആ ഫ്ലൂയിഡിൻ്റെ ലൈൻ 14-ൻ്റെ ആ ബോൾട്ട് വലിച്ചു മുറുക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു 5-ൻ്റെ അലങ്കി നമ്മൾ ഫ്രീ ആയിട്ട് ആദ്യമേ സെറ്റ് ചെയ്യുക. അതിനുശേഷം ഈ ഫ്ലൂയിഡിൻ്റെ ലൈനൊന്ന് ഒരു 14-ൻ്റെ ഡബിൾ എൻഡ് ഇട്ട് നന്നായിട്ടൊന്ന് വലിച്ചു മുറുക്കി കൊടുക്കുക. ഇതാദ്യമേ തന്നെ നമ്മൾ ഉറപ്പ് വരുത്തേണ്ട കാര്യമാണ്. ഈ ഒരു ലൈൻ നമ്മൾ നന്നായിട്ട് വലിച്ചു മുറുക്കുക. അതിനുശേഷം ഈ ഒരു ക്വാർട്ടർ പിന്ന് വിട്ട് അതിൻ്റെ ഒരു വാഷർ വരുന്നുണ്ട്. ആ വാഷറും ഇടുക. പിന്നെ അതിൻ്റെ ഒരു ലോക്ക് വരുന്നുണ്ട്. ആ ലോക്കും കൂടി കയറ്റിയിട്ട് പ്ലെയർ കൊണ്ടൊന്ന് ആ സ്പ്ലിറ്റ് പിന്നൊന്ന് വളച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. സ്പ്ലിറ്റ് പിന്ന് അപ്പുറത്തുകൂടി ഒന്ന് നൈസായിട്ടൊന്ന് കയറ്റിയിടുക. കയറി മാറ്റമുണ്ട്. ഇനി ഒരു പ്ലെയർ ഉപയോഗിച്ച് ഇരുവശങ്ങളിലേക്ക് ഒന്ന് അകത്തി കൊടുക്കുക. അപ്പോഴത്തേക്കും അവിടുത്തെ ഒരു വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ആ 5-ൻ്റെ അലങ്കി ബോൾട്ട് ഊരിയെടുക്കുക. അതിനുശേഷം അവിടെ ഒരു ചെറിയൊരു ക്ലാമ്പ് പോലെ വരുന്നുണ്ട്. അതും കൂടി വെക്കുക. 2 അലങ്കി ബോൾട്ടാണ് അവിടെ വരുന്നത്. രണ്ടും കൈ കൊണ്ട് ഫ്രീ ആയിട്ടൊന്ന് പിടിപ്പിക്കുക. രണ്ടും കൈ കൊണ്ട് ഫ്രീ ആയിട്ട് പിടിപ്പിച്ചിട്ട് 5-ൻ്റെ അലങ്കി ഉപയോഗിച്ച് രണ്ടും നന്നായിട്ട് വലിച്ചു മുറുക്കുക. രണ്ടും ഒരേപോലെ തന്നെ അത് വലിച്ചു മുറുക്കി നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു വർക്കും കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത്
ആ ഫ്ലൂയിഡ് ഒഴിക്കുന്ന സിലിണ്ടറിൻ്റെ ക്യാപ്പ് ഊരുക. അതിനുശേഷം നമ്മൾ അതിലേക്ക് ഫ്ലൂയിഡ് ഫില്ല് ചെയ്യുന്നു. നമ്മൾ ഡോട്ട് 4ൻ്റെ ഫ്ലൂയിഡാണ് സെറ്റ് ചെയ്യുന്നത്. റോയൽ എൻഫീൽഡിൻ്റെ ഫ്ലൂയിഡ് തന്നെയാണ് ഡോട്ട് 4 എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ നന്നായിട്ട് ബ്രേക്ക് പെഡലൊന്ന് പമ്പ് ചെയ്യുക. ഫ്ലൂയിഡ് അതിലേക്ക് കുറേ ഇറങ്ങുന്നതായിരിക്കും, ആ ലൈനോട്ട് ഇറങ്ങും. നന്നായിട്ട് ഇങ്ങനെ പമ്പ് ചെയ്തതിന് ശേഷം ഒരു ബ്ലീഡ് സ്ക്രൂ കാലിപ്പറിനകത്ത് വരുന്നുണ്ട്. ഇതാണ് ബ്ലീഡ് സ്ക്രൂ. അത് നമ്മളൊരു 8ൻ്റെ റിങ് ആണ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം ഇതുപോലൊന്ന് ബ്ലീഡ് ചെയ്യുക. പെട്ടെന്ന് ബ്രേക്ക് ആകാൻ വേണ്ടി നമ്മൾ ബ്ലീഡ് സ്ക്രൂ ഒന്ന് അഴിച്ചു വിട്ടതിന് ശേഷം വെറുതെ ഒന്ന് പമ്പ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ കുറേ ഫ്ലൂയിഡ് അങ്ങ് പമ്പ് ചെയ്ത് കൊടുക്കുക. അപ്പം കുറേ എയർ അങ്ങ് ഇറങ്ങിപ്പോവും. അതിനുശേഷം നമ്മൾ ഒന്ന് വലിച്ചു കൊടുക്കുക. അതിനുശേഷം വീണ്ടും പമ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് ബ്രേക്കായി വരും. പിന്നെ ഒന്ന് പൊട്ടിച്ച് കിട്ടുമ്പോഴത്തേക്കും അത്യാവശ്യം ബ്രേക്ക് നമുക്ക് കിട്ടും. എന്നിട്ട് നമ്മൾ മാക്സിമം ഫ്ലൂയിഡ് ലെവൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ബ്രേക്ക് ആയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ.